എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിന്റെ രണ്ട് ബൃഹത് പദ്ധതികളാണ്, ഒന്ന് PM കിസാൻ സമ്മാൻ നിധി, മറ്റൊന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്കായിട്ടുള്ള സഹായമാണ് ഈ രണ്ട് പദ്ധതി കൊണ്ടും ഉദ്ദേശിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി ചെറുകിട നാമമാത്ര കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കേന്ദ്രം നൽകുന്ന ഒരു സഹായമാണ്. വർഷം തോറും 6000 രൂപയാണ് ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ 40,000 രൂപ വരെ ലഭിച്ചിട്ടുള്ള കർഷകരുണ്ട്. അപ്പോൾ 2022 മെയ് മാസം മുതലാണ് അതിനകത്ത് പുതിയ മാറ്റങ്ങൾ വന്നത്. ലാൻഡ് സീഡിങ്, DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, KYC, ഈ മൂന്ന് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ 2022 മെയ് മാസം തൊട്ട് തുടർന്ന് ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കറക്റ്റ് ആക്കിയിട്ടുള്ളവർക്ക് ഇപ്പോഴും തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാക്കാതെ പോയവർക്ക് അവിടെ വെച്ച് അത് ബ്ലോക്ക് ആയിരിക്കുകയാണ്. നിങ്ങൾ അത് റെഡിയാക്കി എടുക്കേണ്ടതാണ്. കാരണം അങ്ങനെ നിങ്ങളെ റിജക്റ്റ് ചെയ്തു അതിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ ആ ഒരു എമൗണ്ട് വാങ്ങിച്ച് നിങ്ങളത് കറക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് വീണ്ടും വിഷയങ്ങളുണ്ടാകും. കാരണം വെച്ചെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിലായി പോകും. ആ മേടിച്ച അവിടം വരെയാണോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് റീഫണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലാൻഡ് സീഡിങ് റിജക്റ്റ് ആണെങ്കിൽ നിങ്ങളത് ശരിയാക്കിക്കൊണ്ട് തന്നെ ആ മുടങ്ങിയിട്ടുള്ള തുകകൾ നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾക്ക് ഈ 40,000 രൂപയും ലഭിക്കുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളിതൊന്നും ചെയ്യാതെ നിങ്ങൾക്കിത് വേണ്ട എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള എമൗണ്ട് റീഫണ്ടിലേക്ക് പോകും. നിങ്ങളത് തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ അതാണോ നിങ്ങൾക്ക് ആവശ്യം? അതല്ല നിങ്ങൾക്കത് വേണ്ടാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് ഓക്കെ, അതങ്ങനെ വിട്ടാൽ മതി. അതല്ല നിങ്ങൾക്ക് ആ തുക നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലാൻഡ് സീഡിംഗ് എല്ലാം ശരിയാക്കിക്കൊണ്ട് തന്നെ നിങ്ങളത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ 20ാമത്തെ ഗഡു വരെ വന്ന് നിൽക്കുകയാണ്. 40,000 രൂപ വരെ എല്ലാ കർഷകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റാക്കിയാൽ മുടങ്ങിയ തുക അത്രയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അതങ്ങനെ വേണ്ടവർ അത് ചെയ്യുക. അതല്ല വേണ്ടാത്തവരാണെങ്കിൽ അത് വിട്ടേക്കുക. അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പുതിയ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കത് വേണ്ടാത്തതുകൊണ്ടാണ് അത് ശരിയാക്കാത്തത് എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. അപ്പോൾ അതനുസരിച്ച് തന്നെയും നിങ്ങളെ അവിടെ വെച്ച് തന്നെയും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെയും നിങ്ങളത് റീഫണ്ടിലേക്ക് പോകുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ തുക വേണ്ട, അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനൊന്നും ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്രം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ അതിൽ നിന്നും മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾക്കത് റീഫണ്ട് ചെയ്യേണ്ടി വരും. തിരിച്ചു നൽകേണ്ട ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 20ാമത്തെ ഗഡുവിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിന്റെ പുതിയൊരു സമ്പ്രദായം വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് പ്രകാരം എല്ലാവരും തന്നെയും അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുത്തിട്ടുണ്ട്. എല്ലാവരും അണ്ടർ പ്രോസസ്സിലേക്കാണ് നിൽക്കുന്നത്. നമ്മൾ IDക്ക് അപേക്ഷ കൊടുത്താൽ 12 മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫാർമർ ID കിട്ടുന്നതാണ്. അത് ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ആ 12 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫാർമർ ID അവിടെ ജനറേറ്റ് ആവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് PM കിസാനത്ത് അപ്ഡേറ്റ് ആവുന്നതാണ്. ചിലർക്ക് വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക്, നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് റിജക്റ്റ് വന്നു, അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത്. നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റവന്യൂ സെക്ഷനിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ നിരവധി ഭൂമികൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ജോയിന്റ് എന്നുള്ളത് കാണാൻ, സിംഗിൾ എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ വേണ്ടത് നമുക്ക് സിംഗിൾ മാത്രമാണ്. ജോയിന്റ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് റിജക്റ്റ് ആവും. നമുക്ക് ആ ഒരു ഫാർമർ ID അവിടെ ലഭിക്കാതെ വരും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജോയിന്റ് എന്നുള്ളത് മാറ്റി സിംഗിൾ ഓർഡർ എന്നുള്ളതാക്കണം. ഈ സിംഗിൾ എന്നുള്ളത് മാത്രമേ ഇത് നമുക്ക് അപേക്ഷ അപ്രൂവൽ ആയി കിട്ടുകയുള്ളൂ. കാരണം നിങ്ങൾ ഒരാൾ മാത്രമാണ് PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നത്. ആ ഒരു ഇതിനകത്ത് ഒന്നിലധികം പേരുടെ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു കാര്യം റിജക്റ്റ് ആയി പോകുന്നതാണ്. അതിപ്പോൾ നിരവധി പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി എൻക്വയറികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. നിങ്ങൾ ഇനി അപേക്ഷ കൊടുക്കാൻ പോകുന്നവരാണെങ്കിലും അവിടെ വ്യക്തമായിട്ട് പറയണം, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ളത് മാത്രമേ ടിക്കറ്റ് കൊടുക്കാവുള്ളൂ. കാരണം ഈ വരുന്നതിലെല്ലാം ടിക്കറ്റ് കൊടുത്ത് അപേക്ഷ മുന്നോട്ട് പോകും. അപേക്ഷ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് ഒരിക്കലും ഒരാളല്ല വെരിഫൈ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വെരിഫിക്കേഷൻ തന്നെയാണ്. നിങ്ങളുടെ പേര് വെച്ചാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ പേരിൽ അവിടെ മിസ്മാച്ച് വരും. കാരണം മറ്റു പേരുകൾ അവിടെ കാണുന്നത് കൊണ്ട് തന്നെ ഇത് റിജക്റ്റിലേക്ക് പോകും. അങ്ങനെയാണ് നിരവധി ആൾക്കാർക്ക് റിജക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് കറക്റ്റ് ആണോ, നിങ്ങൾ ജോയിന്റ് എന്നുള്ളത് മാറ്റി സിംഗിൾ ഓർഡർ എന്നുള്ളത്. കാരണം ഒരാളുടെ പേര് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കണം നിങ്ങളുടെ സ്ഥലത്തിന്. അത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഈ ഒരു അപേക്ഷ നിങ്ങൾ കൊടുക്കാവുള്ളൂ. നിരവധി ആൾക്കാർക്കാണ് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഈ അപേക്ഷ കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ മാത്രം അപേക്ഷ മുന്നോട്ട് പോവുക. അങ്ങനെയുള്ളവർക്ക് യാതൊരു വിഷയങ്ങളും വരത്തില്ല. 12 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാർമർ ID ജനറേറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് മാത്രമാണ് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്. മറ്റ് ഇന്നെലിജിബിലിറ്റി ആയിട്ടുള്ളവർക്ക് അതിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ കേന്ദ്രം നൽകുന്നതാണ്. അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ 21ാമത്തെ ഗഡു വാങ്ങിക്കാൻ നിൽക്കുന്ന എല്ലാവരും ഫാർമർ ID ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒന്നിലധികം പേരുകൾ അതിനകത്ത് ഉണ്ടാവാം. കാരണം ഒരു കാര്യത്തിൽ 2 പേരുടെ പേരുകൾ ഉണ്ടാവാം. പക്ഷെ അതിനകത്ത് നിങ്ങളുടെ പേരും ജോയിന്റ് എന്നുള്ളത് ഫോമിൽ കൊടുക്കരുത്. സിംഗിൾ ഓണർഷിപ്പ് മാത്രമേ ടിക്കറ്റ് കൊടുക്കാവുള്ളൂ. ആ സിംഗിൾ ഓണർഷിപ്പ് ടിക്കറ്റ് കൊടുത്ത് ആ ഒരു അപേക്ഷ കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ അത് തീർച്ചയായും റിജക്റ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഇത് കിസാൻ ക്രെഡിറ്റ് കാർഡ് അല്ല, കിസാൻ ലോണാണ്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ലോൺ നൽകുന്നു. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ചെറുകിട നാമമാത്ര കർഷകർക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് കുറേ ഭൂമി ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. മാക്സിമം രൂപ നിങ്ങൾക്ക് അതിൽ നിന്നും ലോൺ എടുക്കാനായിട്ട് സാധിക്കും. 4% പലിശ മാത്രമേ ഉള്ളൂ. കാരണം സെന്റിന് 5000 രൂപ വെച്ചാണ് കേന്ദ്രം ഈ ഒരു പദ്ധതിക്ക് നൽകുന്നത്. അത് നിങ്ങളുടെ കൃഷി ആ രീതികളെല്ലാം അനുസരിച്ച് തന്നെയായിരിക്കും. വെരിഫിക്കേഷൻ നൽകി
ആ ഒരു രീതി നിങ്ങളുടെ കൃഷി എന്തൊക്കെയാണ് അതിനനുസരിച്ചുള്ള തുകയാണ് നിങ്ങൾക്ക് നൽകുന്നത്. കൂടുതൽ സ്ഥലമുള്ളവർക്ക് ഈ മൊത്തം തുകയും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 4% പലിശ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഈ മുഴുവൻ തുക നിങ്ങൾ എടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജനുവരി ആണ് നിങ്ങൾ ഈ ആ ഒരു തുക എടുത്തിരിക്കുന്നത്, അടുത്ത ജനുവരിയിൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്താൽ മതി. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇയർലി ഇത് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഈ ഒരു തുക കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൃഷിയും കാര്യങ്ങളെല്ലാം തന്നെയും ചെയ്യാനായിട്ട് സാധിക്കും. വേറെ മാസം അങ്ങനെ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വർഷവും നിങ്ങളിത് പുതുക്കി വെച്ചാൽ മതി. അങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അല്ലാതെ 10-12 സെന്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് നമുക്കങ്ങനെ വലിയ തുകകളൊന്നും ലഭിക്കില്ല. നിങ്ങളുടെ കൃഷി എന്തൊക്കെയാണോ അതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് തുക ലഭിക്കുന്നത്. സ്ഥലവും കൂടുതലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പുരയിടം വീടോട് കൂടിയുള്ള സ്ഥലങ്ങൾക്കൊന്നും അതിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വലിയ തുകകളൊന്നും ലഭിക്കില്ല. നിങ്ങൾ കൃഷിഭൂമി മാത്രമായിട്ടുള്ളവരാണെങ്കിൽ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ന്യായമായിട്ടുള്ള എമൗണ്ടുകൾ തന്നെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വെരിഫിക്കേഷനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സ്റ്റേറ്റ് ബാങ്കിൽ ഇതിന് പ്രത്യേക ഒരു സെക്ഷൻ തന്നെ നിങ്ങൾക്കുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളവർ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ നിങ്ങൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുക. ഒരിക്കലും ഇത് ക്രെഡിറ്റ് കാർഡല്ല. അതാണ് ക്രെഡിറ്റ് കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയർലി നമുക്ക് ഈ ഒരു തുക നമുക്ക് നൽകുന്നു. ഒരു ചെറിയൊരു തുക പലിശ നമുക്ക് തിരിച്ചടവ് കൊണ്ട് തന്നെ ഇത് അടയ്ക്കാൻ സാധിക്കും. അടച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു തുക വീണ്ടും ക്രെഡിറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു സിസ്റ്റം പോലെ തന്നെ ആയതുകൊണ്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇതിനെ വിളിക്കുന്നത്. പക്ഷേ ഇതൊരു കിസാൻ ലോണാണ്, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ലോണാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ആധാരമോ അതൊന്നും നൽകേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളുടെ കരമടച്ച രസീത്, നിങ്ങളുടെ സ്കെച്ചും പ്ലാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തുക എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 പദ്ധതികളും കൊണ്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രം നൽകുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിതൊക്കെ അപേക്ഷിക്കാനും അത് നമുക്ക് ലഭിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.